ഓം ശ്രീനാരായണ പരമഗുരുവേ നമ. ഓം ശ്രീ ശാരദാംബികായൈ നമ. ഗുരുവോ ശ്രീ ഗുരു ഭാഗവതം അത്ഭുത സിദ്ധികൾ ഭാഗം 6 18-ാം ദിവസം. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ശാരദാ ശാരദാംഭോജ വദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ലുപ്തനാമൊരു നരൻ അരുവിപ്പുറത്തു വന്നെത്തിനാൻ ഗുരുദേവ ദർശനം നടത്തുവാൻ. ചോദിച്ചു ഗുരുദേവൻ, കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ തൽപരരാണോ? വിദ്യാലയത്തിൽ വിടുന്നുണ്ടോ? പറഞ്ഞു ലുപ്തൻ, പണമില്ലതു മൂലം പിള്ളേർ പഠിക്കാൻ പോകുന്നില്ല, എന്തു ചെയ്യുവാനൊക്കും? ചോദിച്ചു സ്വാമി, കയ്യിൽ കാശു വല്ലതുമുണ്ടോ? ഖേദിച്ചു പറഞ്ഞയാൾ, ഇല്ലൊരു പൈസ പോലും. പിശുക്കനേവം പറയുന്നത് കേട്ടു മന്ദഹസിച്ചുകൊണ്ടു ഗുരുദേവനുമരുൾ ചെയ്തു. കളവ് പറയുകയാണിയാൾ, വീട്ടിൽ നിന്നും കളവല്ല 7 രൂപ കൊണ്ടുവന്നതിൽ 2 വഴിക്ക് ചെലവായി. ബാക്കി 5 രൂപയും അടിശീലയിൽ ഇരിപ്പുണ്ടത് നോക്കിയിടുവിൻ. പരിശോധിച്ച ശേഷം 5 റുപ്പിക കണ്ടു. പറഞ്ഞതെല്ലാം സത്യമെന്ന് ലുബ്ധനുമേറ്റു. ബാധകൾ പലതഖിലേശ്വരൻ ഒഴിച്ചതുണ്ടായതിൽ ഒരു കഥ ചൊല്ലിയിടാമതു കേൾക്കാം. തലശ്ശേരിയിൽ ഒരു മാന്യന്റെ മാതാവിനു ബാധ കേറിയാൽ അവർ ആത്മഹത്യയ്ക്കു ശ്രമിച്ചിടുമെന്നല്ല, നൃത്തം ചെയ്യുവാൻ തുടങ്ങിയിടും. മന്ത്രവും ചികിത്സയും നടത്തിയെന്നാൽ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല ബാധ തന്നുപദ്രവം. മന്ത്രവാദികൾ കളം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ മന്ത്രങ്ങൾ ചൊല്ലിയവർ തെറ്റുകൾ ചൂണ്ടിക്കാട്ടും. എന്നിട്ട് ശകാരിച്ച മാന്ത്രിക വീരന്മാരെ ഒന്നൊന്നായി ഒഴിവാക്കുമെന്നത് പതിവത്രേ. സംസ്കൃതം പഠിക്കാത്തൊരു അബലയവർ ചൊല്ലും സംസ്കൃത മന്ത്രം കേട്ടാൽ ആരും അത്ഭുതപ്പെടും. 14 വത്സരം ഇങ്ങനെ കഴിഞ്ഞിട്ടും പതിവ് പോലെ ബാധയൊഴിഞ്ഞു മാറിയില്ല. തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ അഖിലേശ്വരൻ ഗുരുനാഥൻ വാണരുളിയിടും നാളിൽ അമ്മതൻ പരിതാപസ്ഥിതിയെ മകനാകുമച്യുതൻ അഖിലൈകനാഥനെ അറിയിച്ചു. സ്വാമിയാ വീട്ടിൽ ചെന്നു സ്വാമിയെ ദർശിച്ചപ്പോൾ കേമമായ നൃത്തം ചെയ്യാൻ തുടങ്ങിയവർ വീണ്ടും സ്വാമി തൻ പാദം തൊട്ട് വന്ദിക്കാൻ അനുമതി ആവശ്യപ്പെട്ടു. സ്വാമി അനുവാദവും നൽകി. ആരാണ് താനെന്നപ്പോൾ ചോദിച്ചു സ്വാമി. അതിനാദരാൽ മറുപടി നൽകിയ സ്ത്രീയുമേവം, കണ്ണൻ എന്നൊരു മന്ത്രവാദിയാകുന്നു. ഞാൻ ഈ മണ്ണിലേറെ നാൾ മുമ്പ് ജീവിച്ചു മരിച്ചയാൾ. തൃക്കൈക്കൽ ക്ഷേത്രത്തിലൻ ശിഷ്യരുമായി പോകും നേരത്തെ സ്ത്രീയെ കണ്ടു ബാധിച്ചെന്നറിഞ്ഞാലും സ്വാമിയും അരുൾ ചെയ്തങ്ങൊഴിഞ്ഞു പോയി കൂടായോ. സാധുമാമിവർ ഉപദ്രവത്തെ ചെയ്യാതിനി ആരെയും ഉപദ്രവിക്കുന്നത് നന്നല്ലല്ലോ. ആകയാൽ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോയിടണം. ഉടനെ പോയിക്കൊള്ളാമെന്നേറ്റു ദീപവും തൊട്ട് വിടവാങ്ങിയ ബാധ സത്യവാചകം ചൊല്ലി. പിന്നൊരു വർഷം ബാധയൊന്നുമേ ഉണ്ടായില്ല. വന്നുപദ്രവം വർഷമൊന്നു പോയി കഴിഞ്ഞപ്പോൾ പോകണമെന്ന് ചൊന്നതല്ലാതെ മടങ്ങി വന്നിടരുതെന്നു സ്വാമി കൽപ്പിച്ചില്ല. അതുമൂലം പിന്നെയും അണഞ്ഞൊരാ ബാധ തന്നുപദ്രവം. പിന്നീട് പഴം നൽകിയകറ്റി ഗുരുദേവൻ. വന്നതില്ലവർക്കൊരു ബാധയും അത് കഴിഞ്ഞെന്നല്ല, മരിക്കുന്ന നാൾ വരെയൊരിക്കലും. ദേവദേവനാം ഗുരുദേവന്റെ മഹത് ശക്തി ഭൂവിൽ അത്ഭുതമിന്നും കാട്ടുന്നു
നാരദം. കരുണാമയനായ ഭഗവാൻ ഭക്തന്മാരിൽ പരമാത്ഭുതം കാട്ടിക്കളിയാടുന്നു മുന്നിൽ. മാവേലിക്കര ശ്രീനാരായണ ധർമാശ്രമേ മേവുന്നുണ്ടഖിലൈകനാഥന്റെ മഹത് ശക്തി സൽഗുരു ശിഷ്യൻ ധർമാനന്ദ സ്വാമിയാൽ ഭവമുക്തരായി ഭവിക്കുന്നുണ്ടെത്രയോ ജനാവലി. ആലുവ, ശിവഗിരി, അരുവിപ്പുറം എന്നീ ആശ്രമ സങ്കേതത്തിലണയും ഭക്തന്മാർക്ക് ആത്മസൗഖ്യവും രോഗശാന്തിയും ലഭിച്ചവർ ആത്മീയ സൗഖ്യം പ്രാപിച്ചിടുന്നു. ദിനം തോറും അർത്ഥിച്ചാൽ ഗുരുദേവൻ അഭയം നൽകും. ദൃഢം പ്രാർത്ഥിച്ചാൽ ഫലം തരും ഭഗവാൻ അഖിലർക്കും. ഉറച്ച വിശ്വാസികൾക്കില്ല സംശയം. ദൈവം നിറയ്ക്കും അനുഭവം കൊണ്ടവരുടെ ചിത്തം. ഗുരുവിൻ പുണ്യാശ്രമം പണിയും നാളിൽ ഗുരുദേവനീദാസനൊരു ദർശനം നൽകിയിടിനാൻ. ആശ്രമം പണിഞ്ഞവരാം ശില്പികളിൽ ഒരാൾ ക്രിസ്തീയ വിശ്വാസിയായിരുന്നായതുമൂലം ചൊല്ലിനാർ ചിലർ, ഹിന്ദുമതക്കാർ തന്നെ വേണം ക്രിസ്ത്യാനി ക്ഷേത്രം പണിതീടുകിൽ ദോഷം വരും. അന്നു രാത്രിയിൽ ദിവ്യദർശനം നൽകി ഗുരു വന്ന് ചൊല്ലിയ വാക്കൻ കാതിൽ ഉജ്ജ്വലിക്കുന്നു. ഗുരുദേവാശ്രമമിതാരു താൻ പണിതാലും ഒരു ഭേദവും നമുക്കില്ല, നീ ഖേദിക്കേണ്ട. മറക്കാൻ കഴിയുകയില്ലൊരിക്കലും എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരീ മഹനീയമാം മന്ത്രം. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.